നമസ്തേ. എന്റെ അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൌൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ വി കെ പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തിത്തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൌൺസിലർ എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാൻ ഒരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൌൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ അതിനുശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷന്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൌൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എന്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്തൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. മധു കേട്ടതാണ്, എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എന്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ എന്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്, നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എന്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെന്റിന്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷന്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോർപ്പറേഷൻ എനിക്ക് കൌൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം എന്നൊരാഗ്രഹമുണ്ട്, കാരണം എനിക്കിവിടെ കൌൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല സൗകര്യം. ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടതാണല്ലോ. ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല.